ഇറാൻ തങ്ങളുടെ രാജ്യത്തെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ യൂറോപ്യൻ യൂണിയൻ ഭീകരപട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് തിരിച്ചടിയായി യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളുടെ നാവിക വ്യോമസേനകളെ ഭീകരസംഘടനകളായി പ്രഖ്യാപിച്ചു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെയും അദ്ദേഹത്തിന്റെ മകൻ മോജ്തബ ഖമനിയെയും വധിക്കുന്നത് ഉൾപ്പെടെയുള്ള സൈനിക നീക്കങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ പെന്റഗൺ അവതരിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. ആക്സിയോസ് പുറത്തുവിട്ട ഈ റിപ്പോർട്ടിലെ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ഇറാന്റെ ആണവ പരിപാടികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പരാജയപ്പെട്ടാൽ സ്വീകരിക്കേണ്ട കടുത്ത നടപടികളുടെ ഭാഗമായാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇറാനിലെ ഭരണകൂട മാറ്റം ലക്ഷ്യമിട്ടുള്ള ഡീക്യാപിറ്റേഷൻ ക്യാമ്പയിൻ പദ്ധതിയിൽ ഖമനിയെയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി കരുതപ്പെടുന്ന മകൻ മോജ്തബയെയും മറ്റ് മുതിർന്ന പുരോഹിതന്മാരെയും വധിക്കുന്നത് ഉൾപ്പെടുന്നു. ഈ ഭീഷണികൾക്കിടയിൽ തന്റെ വധശ്രമം ഉണ്ടായാൽ രാജ്യം എങ്ങനെ മുൻപോട്ടു പോകണം എന്നതിനെക്കുറിച്ച് ഖമേനി മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു.